ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം യിരെമ്യാ പ്രവചനം 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യം. മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു മത്തായി. വിശുദ്ധ മത്തായിയെ ചുങ്കക്കാരൻ മത്തായി എന്നാണ് സുവിശേഷങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. യേശുവിൻ്റെ വിളി കേട്ട് തൽക്ഷണം തന്നെ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച മത്തായിയുടെ സമർപ്പണവും ജീവിത രൂപാന്തരവും സുവിശേഷ ദൗത്യവും പ്രത്യേകം ശ്രദ്ധേയവും പഠന അർഹവുമാണ്. യഹോവയുടെ ദാനം എന്നതാണ് മത്തായി എന്ന പേരിൻ്റെ അർത്ഥം. സുവിശേഷങ്ങളിൽ ലേവി എന്ന വ്യക്തിയെക്കുറിച്ചും പറയുന്നു. എന്നാൽ വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വിശുദ്ധ മത്തായിയും ലേവിയും ഒരേ വ്യക്തികളാണെന്ന് കാണുന്നു. കാരണം മത്തായി എന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് പേരും ലേവി എന്നത് യഹൂദ പേരും ആയിരുന്നു. അക്കാലത്ത് പലസ്തീനിലുള്ളവർക്ക് യഹൂദ ഗ്രീക്ക് പേരുകൾ ഉണ്ടായിരുന്നതായും കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലവും സാക്ഷ്യവും. വിശുദ്ധ മത്തായി അൽഫായുടെ മകനാണെന്ന് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നു. ഇദ്ദേഹം കഫർനഹൂം സ്വദേശിയും ആയിരുന്നു. റോമാക്കാർക്ക് വേണ്ടി നികുതി പിരിക്കുന്ന തൊഴിലായിരുന്നു ചെയ്തിരുന്നത്. വിശുദ്ധ മത്തായി തൻ്റെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം സകലവും വിട്ട് യേശുവിനെ അനുഗമിക്കുന്നതായി നാം തിരുവചനത്തിൽ മനസ്സിലാക്കുന്നു. പുരാതന കാലത്ത് ചുങ്കം പിരിക്കുന്നവരെ പോലെ അഥവാ അമിതമായി ചുങ്കം പിരിക്കുന്നവരെ പോലെ ഉള്ള ഒരു ജനസമൂഹം വേറെ ഉണ്ടായിരുന്നില്ല. ഇവരെ കൊലപാതകികൾ, കവർച്ചക്കാർ, വേശ്യകൾ, പാപികൾ എന്നുള്ളവരുടെ കൂട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ അമിതമായി ചുങ്കം പിരിച്ച് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നവരെ ഉൾപ്പെടുത്തിയിരുന്നത്. അങ്ങനെ മറ്റുള്ളവർ വെറുക്കുകയും അകറ്റി നിർത്തുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയെയാണ് യേശു തൻ്റെ കൂടെ കൂട്ടുന്നത്. ഈ ശ്രേഷ്ഠത ഇന്ന് എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? ഇങ്ങനെ യേശുവിനെ അനുഗമിച്ച മത്തായി തൻ്റെ വീട്ടിൽ വലിയ ഒരു വിരുന്നൊരുക്കി. ഇങ്ങനെ മത്തായി യേശുവിനെ അനുഗമിച്ചത് പരീശന്മാരെയും മറ്റ് യഹൂദരെയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നു. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയ മത്തായിയിൽ അഥവാ ലേവിയിൽ മാതൃകാപരമായ 4 കാര്യങ്ങൾ സംഭവിക്കുന്നു. 1, അവൻ മാനസാന്തരപ്പെട്ട് അനീതി ഉപേക്ഷിച്ചു. 2, അവൻ യേശുവിനെ അനുഗമിച്ച് യേശുവിൻ്റെ ശിഷ്യനായി തീർന്നു. 3, അവൻ യേശുവിന് വിരുന്നൊരുക്കി. ഇത് ഒരു കൂട്ടായ്മയുടെ അനുഭവം നൽകുകയും ചെയ്തു. 4, വിരുന്നിന് തൻ്റെ സഹപ്രവർത്തകരെയും കൂട്ടുകയും യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തുകയും തൻ്റെ ജീവിതത്തിലുണ്ടായ രൂപാന്തരം അവരോട് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യ ജീവിതത്തിന് ഒരു വഴികാട്ടിയായി തീരുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് വിശുദ്ധ മത്തായിയുടെ രക്തസാക്ഷിത്വം. പലരും വെറുത്ത മത്തായിയിലെ സാധ്യതകൾ യേശു കർത്താവ് കാണുവാനായിട്ട് ഇടയായി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം നമുക്ക് ലഭിച്ചതും ഈ അപ്പോസ്തലനിൽ കൂടെ ആയിരുന്നു. ഈജിപ്റ്റ്, എത്യോപ്യ, പാർഥ്യ, സിറിയ, മക്കദോന്യ, പേർഷ്യ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ സുവിശേഷ പര്യടനം നടത്തിയതായും കാണുന്നു. അപ്പോസ്തലന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങളും ഐതിഹ്യങ്ങളും ഇന്നും നിലനിൽക്കുന്നു. മത്തായി നരഭോജികളുടെ ഇടയിലേക്ക് സുവിശേഷ പ്രവർത്തനത്തിനായി പോയതായും തുടർന്ന് നരഭോജികൾ അദ്ദേഹത്തെ പിടിച്ച് തടവിലാക്കിയതായും പറയുന്നു. ഇവിടെ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടതായി കാണുന്നു. മാത്രമല്ല അവിടെ ധാരാളം അത്ഭുതങ്ങൾ ചെയ്യുകയും അവിടുത്തെ ജനതയുടെ സ്നേഹം പിടിച്ചു പറ്റുകയും ചെയ്തതായിട്ട് പറയപ്പെടുന്നു. മാത്രമല്ല അധികം വൈകാതെ പ്രാണന് വെടിയുകയും മാലാഖമാർ ഇദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതായും പറയപ്പെടുന്നു. മാത്രമല്ല അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖം മൂലം സ്വാഭാവികമായ മരണം വരിച്ചതായും പറയപ്പെടുന്നു. എന്നാൽ ഇത് രണ്ടുമല്ല, ടി ആകൃതിയിലുള്ള കുരിശിൽ തറച്ച് ഒരു മഴുകൊണ്ട് ശിരച്ഛേദം ചെയ്തെന്നും കാണുന്നു. വിശുദ്ധ മത്തായിയുടെ അപ്പോസ്തല ചിഹ്നം എന്നത്
ഒരു ഷീൽഡിലെ 3 പണസഞ്ചികളാണ്. പ്രിയമുള്ളവരെ, ഏത് നിന്ദിതനും സമൂഹത്തിൽ തള്ളപ്പെട്ടവനും യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ ശക്തമായ ഉപകരണമായി മാറാമെന്ന് വിശുദ്ധ മത്തായിയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെയും വിധേയപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പാപികളുടെ പട്ടികയിൽ മാത്രം സ്ഥാനം നേടിയിരുന്ന മത്തായിയെ വിശുദ്ധന്മാരുടെ പട്ടികയിലേക്ക് ഉയർത്തിയ ആ രൂപാന്തരത്തിൻ്റെ അനുഭവം ഞങ്ങൾക്കും നൽകണമേ.